കൗഡിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 2 ഫോക്സ് വാഗൻ്റെ വെൻഡോ ആയിട്ടാണ്. അപ്പോൾ വെൻഡോ ഫാൻസ് എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കണ്ടേക്കാം. കാരണം ഈ 2 വണ്ടിയും നല്ല കലക്കം വണ്ടിയാണ്. ഒരെണ്ണം ഓട്ടോമാറ്റിക്കാണ്, ഒരെണ്ണം മാനുവലാണ്. രണ്ടും ഡീസൽ ഓപ്ഷനിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. വണ്ടി ഓട്ടോമാറ്റിക്കാണ്, DSG ഗിയർ ബോക്സ് ആണ്. അപ്പോൾ അതിൻ്റെ പവർ എന്താണെന്ന് ഞാൻ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എടുത്തു വരേണ്ട ആവശ്യമില്ല. അത് കാല് കൊടുത്തേക്കണവർ കറക്റ്റായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 വാഹനത്തിനെ ഫുൾ ഡീറ്റെയിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പോൾ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ 2017 ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വന്നേക്കണേ. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ വാഹനം വണ്ടി 2015 ഇതിൻ്റെ വാഹനമായാലും ഡീസൽ ഓപ്ഷൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ മോഡലും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, ഓട്ടോമാറ്റിക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകണമെങ്കിൽ ഇത് 1.5 TDI ആണ്, മാനുവൽ ട്രാൻസ്മിഷനാണ്. ഹൈലൈനാണ് ഈ ഒരു വാഹനം വന്നേക്കണം. ഇനി എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും ഹൈലൈൻ തന്നെ വന്നേക്കണം. പക്ഷേ ഇതിൽ ചെറിയ വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കാണ് വന്നേക്കണം. അതുകൂടാതെ തന്നെ ഡീസൽ തന്നെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ 2 വാഹനവും സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടി കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വാഹനം ഫുൾ കണ്ടേക്കാം. ഇതിൻ്റെ ഇന്ത്യസ് എക്സിയസ് എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് കാണിച്ച് പോകുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും രീതിയിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോക്സ് വാഗൻ്റെ വാഹനമാണ്, പെർഫോമൻസ് ഒക്കെ. അപ്പോൾ ഇതാണ് ഈ 2 വാഹനങ്ങളും. വാഹനം കണ്ടുവരാൻ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ 2 വെൻറ്റോ ആണ്. അപ്പോൾ ഫോക്സ് വാഗൻ്റെ വെൻറ്റോ ഞാൻ പറയേണ്ട ആവശ്യമില്ല. രണ്ടും അതിൻ്റെ രീതിയിലുള്ള മികവ് പുലർത്തുന്ന വാഹനങ്ങളാണ്. അപ്പോൾ വണ്ടിയുടെ ഫസ്റ്റ് നമുക്ക് ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് പോയേക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഫസ്റ്റ് നോക്കിയേക്കാം. അപ്പോൾ ഈ ഒരു വൈറ്റ് വെൻറ്റോ നമ്മൾ നോക്കണമെങ്കിൽ ഉണ്ടോ പക്ക കണ്ടീഷനിൽ കിടക്കുന്ന ഒരു രീതിയിലുള്ളൊരു ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. വണ്ടി നല്ല നീറ്റായിട്ടിരിക്കുന്ന മാനുവൽ ട്രാൻസ്മിഷൻ വന്നേക്കണേ. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമുക്ക് ഈ ഒരു സിൽവർ വെൻറ്റോയിലേക്ക് പോയേക്കാം. ഈ ഒരു വാഹനമായാലും ഡീസൽ ഓപ്ഷൻ, രണ്ടും ഡീസലാണ്, പിന്നെ എടുത്തു വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ഗിയർ ബോക്സിൽ കാര്യങ്ങളൊക്കെ വ്യത്യാസം. DSG ഗിയർ ബോക്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്കോഡ ഫോക്സ് വാഗൻ്റെയൊക്കെ ആ ഒരു ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവറും പെർഫോമൻസും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ 2 വാഹനങ്ങളും നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് പോയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. അതേപോലെ നമുക്കിനി ഓരോ വാഹനവും വിശദമായിട്ട് നോക്കിയേക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു വെൻറ്റോൻ്റെ വീലാച്ചിൻ്റെ എയർ കണ്ടീഷനിലേക്ക് നോക്കാം. വീലാച്ചൊക്കെ പക്ക കണ്ടീഷനിലേക്ക് വീലാച്ചും കൂടെ കാണാൻ പറ്റും. ഗ്രിപ്പ് കുറച്ച് കുറവാണ്, അലോയ്സൊക്കെ നല്ല പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും നല്ല നീറ്റായിരിക്കുന്ന ബോണറ്റ് നമുക്ക് കാണാൻ പറ്റും. വിൻഷീൽഡൊക്കെ നല്ല പക്ക കണ്ടീഷൻ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി ലാമ്പിലേക്ക് വരാം. ലാമ്പ് നല്ല ക്വാളിറ്റി തന്നെ ലാമ്പ് കാണാൻ പറ്റും. താഴെ നമുക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ ഫ്രണ്ടിലെ പോർഷൻ നോക്കാം. ഫ്രണ്ടായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയും നമുക്ക് ആ ഒരു ലാമ്പും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ വീലാസിലേക്ക് ഇറങ്ങാം. ഈ വീലാസായാലും നല്ല ക്വാളിറ്റി തന്നെ വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് നമ്മൾ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. സൈഡിലേക്ക് വരാം. 2 ഡോർ നോക്കാം. ഡോറായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ സൈഡ് പോർഷനൊക്കെ നോക്കാം. സൈഡ് പോർഷൻ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെ ലിഡൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ നമുക്ക് ഡീഫോഗറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ബമ്പേഴ്സിലേക്ക് വരണമെങ്കിൽ റിവേഴ്സ് സെൻസേഴ്സും കാര്യങ്ങളും കാണാൻ പറ്റും. അതേപോലെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വീലാസിലേക്ക് വേണമെങ്കിൽ ഈ വീലാസൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാം. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ പാഡ്സ് നോക്കാം. മിക്സഡ് കളറിലാണ് ഡോർ പാഡ്സൊക്കെ വന്നേക്കണം. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സ് ആയാലും നല്ല കമ്പനി സീറ്റ്സ് തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ മിഡിൽ നമുക്കിവിടെ ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കിട്ടുന്നുണ്ട്. 1,80,000 കിലോമീറ്റർ വണ്ടി ഓടിയേക്കണം. ഇവിടെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയർ നോബ് കാണാൻ പറ്റും. സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റിയറിലെ സീറ്റ്സ് നോക്കാം. റിയറിലെ സീറ്റ്സ് ആയാലും വൃത്തി തന്നെ ഇരിക്കുന്നു. റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കാണിക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഇവിടുത്തെ ഡോർ പാഡ്സ് നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ന്യായമായിട്ടുള്ള ലെഗ് റൂം വരുന്നുണ്ട്. റിയറിൽ നമുക്ക് AC വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലിഡും ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യാം. പക്ഷേ ലിഡ് കാണിക്കണേക്കാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു സിൽവർ വെൻറ്റോൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് വാഹനത്തിൻ്റെ വീലാസിലേക്ക് വന്നേക്കണം. ഇവിടെ നമുക്ക് ചെറിയ സ്ക്രാച്ച് കിട്ടുന്നുണ്ട്. വാഹനത്തിൻ്റെ ബാക്കി ഭാഗം ഓക്കെയാണ്. നല്ല പവർഫുൾ നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ബോണറ്റിലേക്ക് വരാം. ബോണറ്റ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ബോണറ്റ് നമുക്ക് കാണാൻ പറ്റും. വിൻഷീൽഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വിൻഷീൽഡും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലാമ്പിലേക്ക് വരാം.
ലാമ്പ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. താഴെ നമുക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് ആയാലും നല്ല നീറ്റായിരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാസിലേക്ക് പോകാം. ഈ വീലാസ് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഇരിക്കുന്നു. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോറിലേക്ക് വരാം. രണ്ട് ഡോറിലും സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളും കിട്ടുന്നില്ല. സൈഡ് പോർഷൻ ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഡീഫോക്കസും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബമ്പേഴ്സും സെൻസേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാസ് നോക്കാം. നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഇരിക്കുന്നു. അലോയ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോറും വരാം. രണ്ട് ഡോറും നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡോർ പാഡ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കൺട്രോൾസും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സും നല്ല നീറ്റായിരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഡാഷ്ബോർഡൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. 79,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കാണ്. സീറ്റ്സ് നോക്കാം. റിയറിലെ സീറ്റ്സ് നോക്കാം. ഇവിടെ റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. പാസഞ്ചർ സൈഡ് ആയാലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ലെഗ് റൂം കാര്യങ്ങളൊക്കെ ലാവിഷാണ്. AC വെൻ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എൻജിൻ റൂമിലേക്കൊന്ന് കടന്നിട്ട് സംഭവം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ലിഡ് ഒന്ന് അപ്പ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് വെൻറ്റോൻ്റെയും എൻജിൻ റൂം. രണ്ടും ഡീസൽ വാഹനമാണ്. പക്ഷേ നമുക്ക് വൈറ്റിലേക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ വാഹനത്തിൻ്റെ എൻജിൻ റൂമൊക്കെ ശ്രദ്ധിക്കാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ബാറ്ററിയൊക്കെ നോക്കാം. അതേപോലെ പേസ്റ്റിങ്ങൊക്കെ ശ്രദ്ധിക്കാം. ലിഡിലേക്ക് നോക്കാം. ലിഡായാലും നല്ല ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടാണ് നിങ്ങൾ നോക്കണമെങ്കിൽ വിശദമായിട്ടൊന്നും അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ സിൽവർ വെൻറ്റിലേക്ക് കിടക്കാം. ഇവിടെ ക്ലീനിങ്ങിൻ്റെ ചെറിയൊരു അപാകതയുണ്ട്. പക്ഷെ നമ്മളത് നോക്കണേക്കാളും കുറച്ചും കൂടി ശ്രദ്ധിച്ച് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കാം. ഇതിലും പേസ്റ്റിങ്ങിൽ പ്രശ്നങ്ങളോ ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. അതേപോലെ തന്നെ അഡ്ജസ്റ്റൊക്കെ നോക്കാം. ഇവിടെ ലിഡ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ രണ്ട് വെൻറ്റോൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളും ഈ രണ്ട് വാഹനങ്ങളും കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഈ രണ്ട് വൈറ്റ് ആയാലും ഈ ഒരു സിൽവർ കളറായാലും രണ്ടും ഡീസലാണ്. അതേപോലെ തന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക്കാണ്. ഇത് റൈറ്റ് സൈഡിൽ കിടക്കുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ വന്നേക്കുന്നത്. DSG ഗിയർ ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഇത് നോർമലായിട്ടുള്ള നമ്മുടെ നാച്ചുറലി വന്നേക്കുന്ന മാനുവൽ ട്രാൻസ്മിഷൻ വന്നേക്കണം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്കാണ് കിടക്കുന്നത്. റേറ്റിലേക്ക് കടന്നേക്കാകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജ് ഫേസ്ബുക്ക് പേജ് ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇനി ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ്, ഈ ഒരു വൈറ്റ് വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5.5 ലക്ഷം രൂപയാണ്. 5.50 lakhs. അത് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കല്ല മെസ്സേജും അതേപോലെ തന്നെ വോയിസും കാര്യങ്ങളും ഇട്ടേക്കാം. റിപ്ലൈ കാര്യങ്ങളും തരുന്നതാണ്. ഇനി ഈ ഒരു സിൽവർ കളർ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ 6,95,000 രൂപയാണ്. 6.995 lakhs ആണ് ഈ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ്. അതും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വോയിസോ മെസ്സേജ് ഇടാം. റിപ്ലൈ കാര്യങ്ങൾ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ രണ്ട് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോർവേഡ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.